മച്ചാനെ ഇവിടെ വണ്ടിയൊക്കെ ഓടിയിട്ട് കുറെ വർഷങ്ങളായെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഡിഫറൻഷ്യൽ ഓഫ് ചെയ്താണേ കൈസ് ഇട്ടേക്കണേ. ഓക്കെ ഏട്ടാ, ഡിഫറൻഷ്യലൊന്നും ഇല്ലാതെ തന്നെ കേറുന്നുണ്ട് കേട്ടാ ആശാൻ. അത്രയും കട്ട ചെളിയിൽ കൂടെ കേറി പോയിട്ടുണ്ട്. റിവേഴ്സ് അയ്യോ, ആ വഴി റോഡുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ഇറക്കുമായിരുന്നു. ഓളിയ വിഷയ സാധനം. സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും അഗൈൻ വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഗൈസ് ഈ വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എക്സ്ട്രീം ലെവൽ ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം കുറേ ഹെവി മോഡിഫിക്കേഷൻസ് തന്നെ നമ്മൾ ഈ വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ പേരും കാര്യങ്ങളൊക്കെ അറിയുന്നുള്ളവർ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഗൈസ്. കണ്ടിട്ട് ഒരു ജിപ്സിയുടെ ഒക്കെ ചെറിയ കട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി തന്നെ സെലക്ട് ചെയ്യാനായിട്ട് കാരണം. ഗൈസ് ഈ വണ്ടിയിലുള്ള സസ്പെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത സസ്പെൻഷനാണ് കേട്ടോ. ഇത് പൊക്കാനും അതുപോലെ തന്നെ താക്കാനും പറ്റും. കുറെ മോഡിഫിക്കേഷൻസ് നമ്മൾ ഇതിൽ കയറ്റിയിട്ടുണ്ട്. കുറെ കസ്റ്റമൈസേഷൻസ് ഉള്ള വണ്ടിയാണ് ഗൈസ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും കേട്ടോ. കണ്ട, നമുക്ക് ഇതിന്റെ സസ്പെൻഷൻ നമുക്ക് പൊക്കുകയും താക്കുകയും ചെയ്യാം. കണ്ട ഗൈസ്, നമുക്കിപ്പോൾ നല്ല കല്ലും മണ്ണുള്ള റോഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ പൊക്കി വയ്ക്കാം. നമുക്കതുപോലെ നമ്മൾ നോർമൽ ടെറൈനിലൂടെയാണ് ഓടിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ സസ്പെൻഷൻ താത്ത് വയ്ക്കാം ഗൈസ്. അങ്ങനത്തെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഇത്. ഇതിന്റെ പേര് എനിക്കറിയത്തില്ല, പേരറിയാന്നുള്ളവർ ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങ് ദൂരെയായിട്ട് ഒരു മിലിറ്ററി ബേസ് ഉണ്ട് ഗൈസ്. ആ കാണുന്ന മലയുണ്ടല്ലോ, ആ മലയുടെ ആ മലയുടെ മണ്ടയിൽ ഒരു മിലിറ്ററി ബേസ് ഉണ്ട് ഗൈസ്. അവിടോട്ട് നമുക്ക് എത്തണം ഗൈസ്. ഏതാണ്ട് ഇവിടെ നിന്ന് കാണുന്ന പോലെ അത്ര എളുപ്പമല്ല. ഇവന്മാരുടെ റോഡ് എനിക്കറിയാന്നുള്ളതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വണ്ടികൾ കൊണ്ട് പോകാറുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ പോകാത്തൊരു സ്ഥലത്തോട്ടാണ് ഗൈസ് പോകാൻ പോകുന്നത്. അത്യാവശ്യം നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരിക്കും. നമ്മൾ ഈ വണ്ടിയിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും മറിഞ്ഞു വീണാലും നമുക്ക് വണ്ടി തന്നെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിഞ്ച് ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോരാത്തിന് നമ്മൾ എക്സ്ട്രാ ഒരു കയറും വെച്ചിട്ടുണ്ട്. കണ്ട, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും മരത്തിൽ കെട്ടിയാലും നമുക്ക് സ്വന്തമായിട്ട് വലിക്കാം. കാരണം റിക്കവറിക്ക് വേറെ വണ്ടിയൊന്നും വരത്തില്ല, എല്ലാം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം ഗൈസ്. അങ്ങനൊരു സ്ഥലമാണിത്. ഇവിടെ ഒറ്റ മനുഷ്യനെ പോലും കാണാനില്ല. ഇവിടെ കുറെ മാനും കുതിരയും അങ്ങനത്തെ കുറെ ജന്തുജീവികളെ മാത്രമേ കാണാനുള്ളൂ ഗൈസ്. സോ ഞാൻ വണ്ടിയുടെ ഇന്റീരിയർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടീന്റെ ഇന്റീരിയർ. ഒരു അത്യാവശ്യം നല്ല പഴക്കം ചെന്ന വണ്ടിയാണ് ഗൈസ്. ഈ റേഡിയോ സെറ്റപ്പ് ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഏതാണ്ട് 10-20 വർഷത്തോളം പഴക്കമുണ്ട്. പക്ഷെ എഞ്ചിൻ എല്ലാം പക്കയാണ് കേട്ടോ ഗൈസ്. വണ്ടിയുടെ ഔട്ടറും അതുപോലെ തന്നെ എല്ലാം നമ്മൾ പണിഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷെ വണ്ടിയുടെ ഇന്റീരിയർ നമ്മൾ പഴയതുള്ളതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ 2 സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോ കോ പാസഞ്ചറോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇരുത്താൻ വേണ്ടിയിട്ടാണ്. പോണ വഴിക്ക് 2-3 ആൾക്കാർ കയറാനുണ്ട്. അവർ വരുവാണെങ്കിൽ നമുക്ക് അവരെ കയറ്റിക്കൊണ്ട് പോവാം. പിന്നെ ഹെവി ഗിയർ ഉണ്ട് ഗൈസ്. ഈ താഴെ കാണുന്ന കുട്ടി ഗിയറൊക്കെ ഇല്ല, അതൊക്കെ നമ്മുടെ ലോ ഗിയറൊക്കെ ആണ്. അതൊക്കെ വണ്ടിയിൽ സെറ്റാണ്. വണ്ടി ഫുള്ളി എക്യുപ്ഡ് ആണ്. നമുക്ക് അത്യാവശ്യം ഏത് ടെറൈൻ വന്നാലും നമുക്ക് കയറാൻ പറ്റും. സോ കുറെ പേരൊക്കെ വണ്ടിയുടെ സൗണ്ട് കേൾക്കാനായിരിക്കും വെയിറ്റ് ചെയ്തിരിക്കണേ. ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. ഇതൊരു ഡീസൽ എഞ്ചിനാണ്, അതിൻ്റെതായിട്ടുള്ള സൗണ്ട് കൊണ്ട് നല്ല പുകയുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓ അളി, ഏതാ സാധനം? ഒന്ന് കാല് കൊടുത്ത് നോക്കിയാലാ? അയ്യോ, ന്യൂട്രലില്ല ഇതില് ഗൈസ്. ഞാൻ ഓടിച്ച് കാണിച്ചു തരാം. ഇത് കാല് കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നിന്ന് പതിയെ എടുത്തു തുടങ്ങാം കേട്ടോ ഗൈസ്. നമുക്ക് അത്യാവശ്യം കുറേ ദൂരം തന്നെ പോകാനുണ്ട്. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട. ലെറ്റ്സ് ഗോ ഗൈസ്. എടാ, നമുക്ക് പോകേണ്ട റൂട്ട് ഇച്ചിരി കടുപ്പമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഈ വണ്ടി എല്ലാ സ്ഥലവും കയറി പോകുമെന്ന് തോന്നുന്നില്ല. വണ്ടിക്ക് ചെറിയ കുലുക്കവും കൂടെ ഉണ്ട് കേട്ടോ. കാരണം സസ്പെൻഷൻ ഭയങ്കര സ്മൂത്താണ്. നമ്മൾ ആ ലെവലിലാണ് സസ്പെൻഷനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല സ്മൂത്ത് ആട്ടോ സസ്പെൻഷനൊക്കെ. കണ്ട, ആടി പോകുന്നതാണ്ടോ വണ്ടി. അത്യാവശ്യം സീനായിട്ടുള്ള സ്ഥലങ്ങളാണ്. കുറച്ച് കാല് കൊടുത്ത് പോകാട്ടോ. നമുക്ക് ഇവിടെയൊക്കെ അത്യാവശ്യം സ്പീഡിൽ പോവാം. കാരണം നമുക്ക് നല്ല ദൂരം പോകാനുണ്ട്. ഏകദേശം കുറേ ദൂരം തന്നെ പോകാനുണ്ട്. ആ റൂട്ടിൽ ഫസ്റ്റ് ടൈം വണ്ടി ഓടിക്കുന്നത് നമ്മളായിരിക്കും കേട്ടോ. ഫസ്റ്റ് ടൈം അല്ല, കുറേ കാലത്തിന് ശേഷം വണ്ടി കൊണ്ടുവന്ന് നമ്മളായിരിക്കും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് ഗൈസ് നമുക്ക് കയറണ്ടേ. ഞാനൊന്ന് മാപ്പ് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇവിടെ നിന്ന് തന്നെയാണോ കയറണ്ടേ? യെസ് ഗൈസ്, ഇവിടെ നിന്നാണ് നമുക്ക് ഏതാണ്ട് ഇവിടെയാണ് നമുക്ക് പോകേണ്ട കേട്ടോ. ഈ ബേസ് ക്യാമ്പ് കണ്ടോ? നിങ്ങൾ കാണുമ്പോൾ കുറച്ച് ദൂരേ ഉള്ളൂ എന്ന് വിചാരിക്കും, പക്ഷെ അത് അത്യാവശ്യം ഉണ്ട് കേട്ടോ. കുറേ ദൂരം നമുക്ക് പോകാനുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ, ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോകണം. നമുക്ക് ആദ്യം നമുക്ക് ഡിഫറൻഷ്യലൊന്നും ഇല്ലാതെ കയറുമെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഡിഫറൻഷ്യലൊക്കെ ഇട്ട് കയറ്റാട്ടോ. കൂടെ അത് നല്ല തേരിയാട്ടോ. ഡിഫറൻഷ്യൽ ഓഫ് ചെയ്താണേ ഗൈസ് ഇട്ടേക്കണേ.
ഓക്കെ ഏട്ടാ, ഡിഫറൻഷ്യലൊന്നും ഇല്ലാതെ തന്നെ കേറുന്നുണ്ട് കേട്ടോ ആശാൻ. കേറ് 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 കേറ്. അളിയാ കേറുന്നില്ല, അളിയാ കേറുന്നില്ല. ആ കേറി കേറി കേറി, അത്രേ ഉള്ളൂ. കേറി വാടാ കേറി വാടാ കേറി വാടാ. ഗൈസ് അത്രേ ഉള്ളൂ കേട്ടോ. നമുക്കൊന്ന് ഡിഫറൻഷ്യൽ ഇട്ട് കയറ്റി വെക്കാം. അപ്പം ഡിഫറൻഷ്യൽ ഇട്ട് കഴിഞ്ഞാൽ കയറും. ലോ ഗിയർ ഇട്ടിട്ടുണ്ട്, ഡിഫറൻഷ്യൽ ഓൺ ആണ്. ഓക്കെ നമ്മൾ ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ. ഡിഫറൻഷ്യൽ ഇട്ട് കഴിഞ്ഞാൽ ആശാൻ വേറെ ആളാണ്. പിന്നെ നമ്മൾ സസ്പെൻഷൻ റേസ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോഴും നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് വരുന്നത്. നമുക്ക് എപ്പോൾ വേണം ഇത് റേസ് ചെയ്യാം കേട്ടോ. നമുക്ക് അത്യാവശ്യം കയറാതെ വരുമ്പോൾ നമുക്കിത് റേസ് ചെയ്യാം. ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. സോ പോട്ടെ, ലെറ്റ്സ് ഗോ മച്ചാനെ. ഇവിടെ വണ്ടിയൊക്കെ ഓടിയിട്ട് കുറേ വർഷങ്ങളായെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. എൻ്റെ അളിയാ, ഇന്ന് കുറേ ദൂരം നമുക്ക് ലോ ഗിയർ ഇട്ട് തന്നെ പോകേണ്ടി വരും. എടാ എന്ത് മുതുക്ക് ഏരിയാടാ ഇത്. അളിയാ കയറി 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 കയറി. വണ്ടിയൊക്കെ കയറിയിട്ട് കുറേ കാലമായി കേട്ടോ ഇവിടെയൊക്കെ. റിവേഴ്സ് വാ റിവേഴ്സ് വാ റിവേഴ്സ് വാ. ഓരോ കല്ലിൻ്റെ സൈസ് നോക്കിയ കൈസ് നിങ്ങൾ. അളിയ കയറുന്നില്ല. ആ കയറി 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 കയറി, അത്രേ ഉള്ളൂ. കയറി. സീൻ സാധനം കേട്ടോ വണ്ടി. എവനെ നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണേ കൊണ്ടുപോകാം ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നത് ജിപ്സിയുടെ ആ ഒരു DNA വരുന്ന ഒരു വണ്ടിയാണെന്നാ തോന്നേ. എവിടെ വേണേ ആശാൻ കയറി പൊക്കോളും. ആ കയറി 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 കയറി, അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. നമ്മൾ മഡ് ടയറാണ് ഗൈസ് ഇട്ടിരിക്കുന്നത്. കാരണം പോകുന്ന വഴിക്ക് ചിലപ്പോൾ മഡ് കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ മഡ് ടയർ എന്നെ നോക്കിയിട്ടുള്ളത്. ഓ അടേ വലിഞ്ഞ് കയറുന്ന നോക്കിയേ. പിന്നെ നമ്മൾ എയറും കുറച്ചിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ. അത്യാവശ്യം നമ്മൾ നല്ലപോലെ കല്ലിൻ്റെ സൈസ് ഇത് വണ്ടി ഗൈസ് മൊത്തം സ്ക്രാച്ച് ആകുമെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ അവിടെ എത്തുമ്പോൾ വണ്ടിയുടെ പെയിന്റ് ഫുള്ള് പണിയാവും. ആ കയറി 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 അളിയ. ലെറ്റ്സ് ഗോ. ആ പാറയുടെ സൈസ് കണ്ടാ. പക്ഷെ വണ്ടിക്ക് വേറെ വിഷയമൊന്നുമില്ല. ആശ നൈസായിട്ട് കയറി വരുന്നുണ്ട്. കയറി വാ കയറി വാ. ഓ പുളി, എൻ്റെ പള്ളി. കയറി കയറി. മറിഞ്ഞ് 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 മറിഞ്ഞ്. ഇല്ല കേട്ടോ, നമുക്ക് കുറച്ച് റിവേഴ്സ് എടുത്തിട്ട് കയറ്റാം. നല്ല സൈസിനുള്ള കല്ലൊക്കെ കേട്ടാ കിടക്കണേ. ആ കയറി വാ കയറി വാ കയറി വാ. കേറാ. ആ അത്രേ ഉള്ളൂ. ആ കയറി. പിന്നെ അല്ല, കല്ലിൻ്റെയൊക്കെ സൈസ് നോക്കിയടാ. ഏമണ്ടൻ കല്ലാട്ടാ. ലെറ്റ്സ് ഗോ. ബാക്ക് കണ്ട ചെറിയ സുമയുടെ ഒരു കട്ടുണ്ടല്ലേ. സുമയെന്നോ നമ്മുടെ പജേറോന്റെ ഒരു ചെറിയ കട്ടുണ്ട്. പജേറോ ഇങ്ങനെ നീളം വെച്ചാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ലുക്കാണ് ബാക്കിന്. സസ്പെൻഷനൊക്കെ അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട് കേട്ടാ. നല്ല ഒഴുകി ഒഴുകി നിൽക്കുക സസ്പെൻഷനൊക്കെ. ലെറ്റ്സ് ഗോ. കേറി കേറി മച്ചാൻ കേറി കേട്ടാ. അത്രേ ഉള്ളൂ. ഒളിയൊളി വിടല് കൊക്കി അറിയത്. എൻ്റെ പള്ളി. ആ കയറി 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 കയറി, അത്രേ ഉള്ളൂ. ചെറുതായിട്ട് ബാക്കിൽ നമ്മൾ കെട്ടി വെച്ചിരുന്ന പെട്രോൾ ടാങ്കിൽ ഇടിയിട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഒരു രക്ഷയില്ലാട്ടാ, കയറിപ്പോരുന്നുണ്ട്. പിന്നെ അല്ല ഗൈസ്, ഇനി അങ്ങോട്ട് ഇതിനപ്പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടാ. ഇത് തുടക്കത്തിലേ ഇങ്ങനെ തേരി ഇറക്കം മാത്രമേ ഉള്ളൂ. ഓ ഓക്കെ, ഇവിടെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമ്മൾ ഫുള്ള് ലോഗിയറാട്ടോ. അവിടെ സസ്പെൻഷനൊക്കെ നോക്കിയേ ആളിയ. നമ്മൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ റേസ് ചെയ്യണ്ട കേട്ടോ, ഇങ്ങനെ പോട്ടെ. കാരണം വണ്ടി ഹൈറ്റ് കൂടുന്തോറും മറിയാനുള്ള ചാൻസ് കൂടുതലാണ്. കുറച്ച് ദൂരം ഇങ്ങനെ പോട്ടെ. വണ്ടി ഒട്ടും കയറുന്നില്ല എന്ന് വരുന്ന സ്ഥലത്ത് മാത്രം നമുക്ക് ചെറുതായിട്ടൊന്ന് റേസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ കയറിപ്പോക്കോ, ഇവിടെ ഒന്നും വലിയ സീനില്ല കേട്ടാ. ഈ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണം എടുത്തിട്ട് പോവാം. അതാ കല്ല്, വലിയ കല്ല്. ആ കയറി 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 കയറി. പക്ഷെ എൻ്റെ അമ്മോ, വലിയ സൈസ് പാറക്കല്ല കേട്ടാ, ചെറുതൊന്നും അല്ല അടക്കുന്നേ, വലുതാ. നല്ല സൈസ് ഉണ്ട് സാധനത്തിന്. അതാ പാറക്കെട്ട് വീണ്ടും. ഈ റൂട്ടെല്ലാം കയറ്റി എടുക്കണോടെ, അതാണ് പ്രശ്നം. നമ്മൾ ഓഫ് റോഡ് ടയറല്ല കഴിച്ചത്, മഡ് ടയറാ. സോ ഗ്രിപ്പ് റോക്കിലൊക്കെ കുറവായിരിക്കും കേട്ടോ. മിക്കവാറും വിഞ്ചിടേണ്ടി വരും. ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് കയറ്റാട്ടോ. നമുക്ക് ആ റൂട്ട് കയറ്റി നോക്കാം. ആ കയറി 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 കയറി. അച്ഛനെ ടയർ പിടിക്കുന്നില്ല.
ആ അവിടെ ഒരു വിഞ്ചുണ്ട് കേട്ടാ, വിഞ്ചിട്ട് വലിക്കാം. ഇടയ്ക്കിടയ്ക്ക് വിഞ്ചിന്റെ സഹായം തീർന്നതിന് കുഴപ്പമൊന്നുമില്ല. ആ വാ 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 വാ. ഓക്കെ വായോ വായോ വായോ, അത്രേ ഉള്ളൂ. പിന്നെ അല്ല, ഈസി ആയിട്ട് കയറി. ഒരിക്കൽ പോലും മറിയരുത് കേട്ടാ വണ്ടി. ഓ അളിയാ, പറഞ്ഞേ ഉള്ളൂ, പറഞ്ഞ നാവെടുത്തില്ല. അതിനുമ്പ് അത് മറിയാനുള്ള പരിപാടിയാണ്. ഓക്കെ, ചെളി തുടങ്ങിയിട്ടുണ്ട്. മട്ടയറായണ്ട് ഈ ചെളിയൊന്നും വലിയ വിഷയമില്ലാണ്ട് കയറിക്കോളും കേട്ടാ. നമ്മൾ അതിന് പറ്റിയ ടയറാണ് നമ്മൾ വണ്ടിയിൽ ഇട്ടിട്ടുള്ളത്. ലാസ്റ്റ് തോടാ, ഇങ്ങോട്ടാണെന്നാണ് തോന്നേ. ഒളിയാ, മറിയില്ല ഗൈസ്, ഇതൊരു വലിയ കുഴിയാട്ടോ. കുഴിയിൽ ഇറക്കിപ്പോ, അല്ലേ മറിയും. ഓക്കെ, അങ്ങനെ അങ്ങ് പോട്ടെ. ആ പോട്ടെ. സെറ്റ്. ലെറ്റ്സ് ഗോ. കേറിയ ഗൈസ്, ഞാൻ മാപ്പ് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇങ്ങോട്ട് തന്നെയാണോ ഇവിടെ പോകണ്ടേ? ഒരു കുഴപ്പമില്ല ഗൈസ്, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. ഒരു സീനും ഇല്ല. ആകെപ്പാടെയുള്ള സീനെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് ലോഗിലിട്ട് പോകുന്നതുകൊണ്ട് വണ്ടി നല്ലപോലെ ഹീറ്റ് ആവുന്നുണ്ട് കേട്ടാ. ആ ഒരു പ്രശ്നം മാത്രമേ ഞാൻ ഈ ഇതിൽ കാണുന്നുള്ളൂ. കേറി വാ. എൻ്റെ അമ്മ, വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. കയറി വരുന്നുണ്ടോ, എവിടെ വേണേ വലിഞ്ഞ് കയറിക്കോളും. ചെളിയായാലും അതിന് ഒരു പ്രശ്നമില്ല. എടേ, ഇനി റോഡ് എങ്ങോട്ടടേ? എനിക്ക് റോഡ് മനസ്സിലാവില്ല കൈ. നല്ല ചെളിയാട്ടോ ഇത്. അത്രയും കട്ട ചെളി കൂടെ കയറിപ്പോയിട്ടുണ്ട്. എടേ, ഇതുവഴി ഒന്നും റോഡെന്ന് പറയണ സംഭവമേ ഇല്ല. ആ കേറി. ഓ ബ്രോ, കേറി വാ. പിന്നെ അല്ല, ആ അവിടെ കേറുന്നില്ലടേ, അവിടെ കേറുന്നില്ല. ആ കേറി. ഗൈസ്, ഇങ്ങോട്ട് റോഡ് ഉണ്ടാന്ന് എനിക്കറിയത്തില്ല കേട്ടാ. അളിയ, ഏതാ സാധനം? ഓ, ഇന്ത്യറൊന്നും ഒരു രക്ഷയില്ല. ഇതുവഴിയാണോ റോഡൊന്നും പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ട പുല്ലിലൂടെയൊക്കെ കേറിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫൈനലി റോഡെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. റോഡല്ല, വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഏതോ ഷോർട്ട് കട്ടാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ കയറി വന്നേ. ഈ വണ്ടി ആയതുകൊണ്ട് എവിടെ വേണേ കയറുമല്ലോ. അതുകൊണ്ട് നമ്മൾ റോഡും അതുപോലെ പാറയൊന്നും നമ്മൾ നോക്കില്ല. എവിടെയൊക്കെ അള്ളി പിടിച്ച് കയറി വന്നു കേട്ടാ. ഓക്കെ, നമുക്ക് ഈ റൂട്ടാണ് കേട്ടാ പോകണ്ടേ. നമുക്ക് ഈ റൂട്ട് തന്നെ വെച്ച് പോവാ. ഏതാ വണ്ടി കളിയാ? ടാറ്റ സുമയുടെ ലെങ്ത് ഉണ്ട് കേട്ടാ. കറക്റ്റ് അതിന്റെ അത്ര സൈസ് ഉണ്ട്. നമ്മളെ ടാറ്റ സുമയുടെ അത്ര സൈസ് ഉണ്ട് ഈ സാധനത്തിന്. ഇവിടെ ലെഫ്റ്റ് സൈഡ് കൊക്കെ കേട്ടാ, കണ്ടാ കുഴിയുണ്ടാ, എത്ര ആഴമൊന്നുണ്ടാ. മറ്റേ ആ മല കണ്ട ഗൈസ്, ആ മലയൊക്കെ നമ്മൾ കുറെ പ്രാവശ്യം കയറിയിട്ടുള്ള മലയാണ്. നമുക്ക് ഒരിക്കൽ കൂടെ ഒരു ട്രക്ക് ചെയ്യണം അതുവഴി. ഓ അത് കുഴി വീഴും കേട്ടോ. കേറി വാ. ലൈറ്റ്സ് എല്ലാം ഓ പ്രശ്നമാവും ഇവിടെ. എടാ, ഇവിടെ ചെറിയ കുഴിയുണ്ട് കേട്ടാ, ഇങ്ങോട്ട് കയറ്റിയെടുക്കാം. ഓക്കെ, സെറ്റ്. കേറി വാ. പിന്നെ അല്ല, നമ്മൾ സസ്പെൻഷനൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് എന്തിനാന്നാ വിചാരിച്ച് വെച്ചേക്കണേ? ഇതൊക്കെ കയറാൻ വേണ്ടിട്ടാ. ഓക്കെ. പക്ഷെ ഒരു ഡൗട്ട് കേട്ടാ. ഓ, ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് ആണ് കേട്ടാ കയറി പോകണ്ടേ. എടാ, റോഡ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങടായിരുന്നു കേട്ടാ. അവിടെ ഇന്റീരിയർ ഓടിച്ചു കഴിഞ്ഞാൽ തല ഇറങ്ങും കേട്ടോ. അങ്ങനത്തെ വ്യൂ ആണ് ഇന്റീരിയർ. കണ്ട, അപ്പുറത്തെ പാറ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, കുറച്ചൊന്ന് റിവേഴ്സ് വന്നാൽ വെച്ചാനെ, ഒരല്പം ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് നമുക്ക് എടുക്കാം. അതായിരിക്കും നല്ലത്. ഓക്കെ, സെറ്റ്. ഇവിടെ നിന്ന് താഴോട്ടാണ് ഗൈസ് നമുക്ക് പോകേണ്ടത്. ഒളിയാ, എന്ത് റൂട്ടടേ അത്? ഓ, ഇറക്കമാണോ? അല്ല, റിവേഴ്സ് വാ. അയ്യോ, ആ വഴി റോഡുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ഇറക്കുമായിരുന്നു ഗൈസ്. ഒരു വീല് കുഴിയിൽ ഇറങ്ങി കേട്ടാ. ആ ബാ സീനില്ല. വായ അത്രയുള്ളൂ. അതൊക്കെ ഉള്ളതാന്ന് ഇതില്. ഞാനത് റോഡെന്ന് പറഞ്ഞ് ഇപ്പൊ അവിടെ അങ്ങ് ഇറക്കുമായിരുന്നു. എവിടൊക്കെയോ ചാടിക്കേറി പോകുന്നുണ്ട്. എനിക്ക് എന്നെ റൂട്ട് കണ്ടിട്ട് മനസ്സിലാവില്ലടേ. ആ പോട്ട് കേറി. Let's go. ഗൈസ്, നമ്മൾ ഡീസൽ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ വേണ്ട. ആ കേറി വാ. പിന്നല്ല മച്ചാനെ, അത്രേ ഉള്ളൂ.
ഓ സെറ്റ്. ഓ പൊളി 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 പൊളി. എന്ത് സാധനോടാ ഇത്. ഒളിയോ ഇറക്കം അമ്മാതിരി ഒരു ഇറക്കോടെ. ചവിട്ടി ഇറക്കാട്ടോ, അല്ലെങ്കിൽ വണ്ടി. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ സ്മൂത്തായിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്, ഒരു സീനും ഇല്ല. അളിയ നമ്മൾ ഏതാണ്ട് എത്താറായിട്ടില്ല കേട്ടോടാ, കുറെ പോണം നമ്മൾ പറഞ്ഞ ബേസിൽ എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ വണ്ടി ഹീറ്റ് ആവുന്നുണ്ട്, അതിൻ്റെ ഒരു ഇതാണ് ഇപ്പൊ കാണിച്ചിട്ടുള്ളത്. അധിക നേരം നമുക്ക് ഡിഫറൻഷ്യൽ ഇട്ട് ഓടിക്കാൻ പറ്റത്തില്ല. എടാ നല്ല കുത്തിറക്കോടാ. അയ്യോ ഞാൻ അടുത്ത് വരാൻ പോകുന്ന നല്ല ഇറക്കോട്ടാ. അയ്യോ അത് റോഡാണോ അതോ പാറയാണോ അവിടെ? നല്ലൊരു ഇറക്കോട്ടാ ഇത്. ഓക്കെ ഓക്കെ ബ്രേക്കൊക്കെ ഉണ്ട്, അത്യാവശ്യം ഗ്രിപ്പ് കാരണം ടയറും കൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ആ പോട്ടെ പോട്ടെ. ആ വരട്ടെ 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 വരട്ടെ. ലെറ്റ്സ് ഗോ ഗൈസ്. ഏകദേശം ഒരു 7000 ഫീറ്റ് മുകളിലായി കാണും കേട്ടോ നമ്മള്. ഇതുവരെ ഒരു പൊട്ടലെന്ന് പറയാൻ നമ്മളെ വണ്ടിക്ക് ഒന്നും വരുത്താൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല. നമ്മൾ അതുപോലെ കെയർ ചെയ്താണ് നമ്മൾ വണ്ടി ഇറക്കുന്നത്. ചെറുതായിട്ട് ബാക്കിൽ അയ്യോ ഇപ്പം മറിയുമായിരുന്നറേ. ആ അത് ശരിയാവത്തില്ല, നമുക്ക് റിവേഴ്സ് എടുത്ത് തന്നെ എടുക്കാം കേട്ടോ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ മറിയും ഗൈസ്. ആ ബാക്ക് 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 ബാക്കാ, അത്രേ ഉള്ളൂ. ചെറുതായിട്ട് നമ്മുടെ റൈറ്റ് സൈഡ് ബാക്കിൽ നമ്മളെ മറ്റേ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ അത് പൊട്ടിയിട്ടുണ്ട്, വേറെ സീനൊന്നുമില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ് ഗൈസ് നമ്മുടെ വണ്ടീൻ്റെ. അല്ലെ കയറിപ്പോ കയറിപ്പോ കയറിപ്പോ. ഇത് തന്നെയാണ് റൂട്ടെന്ന് തോന്നുക കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗൂഗിൾ മാപ്പ് നമ്മുടെ അടുത്ത് നോക്കുന്നുണ്ട്, അതിൽ ഇതാണ് റൂട്ട്. ആ കയറി വാ കയറി വാ കയറി വാ. പിന്നല്ല എങ്ങോട്ടടി പോണേ? അയ്യോ കുത്തിറക്കം, വീണ്ടും ഇറക്കാം. എടാ മൊത്തം ഇറക്കോടാ. ഇറക്കവും തിരിവും വളവും മാത്രമേ ഉള്ളൂ ഈ മാപ്പിനകത്ത്. ഓക്കെ 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 ഓക്കെ. കുത്തി മറിയുമെന്നാണ് എൻ്റെ പേടി, അല്ല വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ സാധനം എവിടെ വേണേ കയറി പൊക്കോളും. പിന്നെ അല്ല കണ്ടില്ലേ. ഓ അട്ടർ സ്മൂത്ത് ഗൈസ്. അളിയ അങ്ങോട്ട് വേണോ? ജീവൻ മരണം പോരാട്ടമാണത്. ഓക്കെ കുറച്ച് ബാക്ക് എടുക്കാം കേട്ടോ. മറിയും മറിയും ഉറപ്പായിട്ടും മറിയും. ആ ഇല്ല 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 ഇല്ല. ഓക്കെ സെറ്റ്. എടുത്തോ 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 എടുത്തോ. ആ അറിയല്ലേ അറിയല്ലേ അച്ചാരെ അറിയല്ലേ. ആ കേറ്. അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. ഇങ്ങനെയായിട്ട് ഓടിക്കുന്നതിനെക്കാട്ടും ഭേദം ഇതാ. ഒന്നും കാണാൻ പറ്റൂലടാ, ഇന്റീരിയർ ഓടിച്ചു കഴിഞ്ഞാല് ഒന്നും കാണാൻ പറ്റത്തില്ല. ആ പോട്ടെ 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 പോട്ടെ. ഇതെന്ത് ക്രാബ് വാക്കാന്നോ? ഓടാ വീണ്ടും ഇറക്കം. ഇറക്കം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാര് കൊത്തി ഉണ്ടാക്കിയ റോഡാണെന്ന് അറിയത്തില്ല, മൊത്തം ഇറക്കം. ഓ അതേ ഫ്രണ്ട് ഇടിച്ചു കേട്ടാ. ആ കയറുക. നമ്മൾ കുറച്ച് ഡീസൽ സ്റ്റോക്ക് എടുത്ത് വച്ചോണ്ട് കൊള്ളാം, അല്ലെങ്കിൽ തികയത്തില്ല കേട്ടോ. മൊത്തം കരിച്ച് കളയുമല്ലേ ഇവിടെ. മിക്കവാറും നമ്മളെ പുതിയ ടയർ മൊത്തം ഈ ഓഫ് റോഡ് കഴിയുമ്പോൾ തന്നെ തീരും കേട്ടോ. മൊത്തം പാറയിലെറിഞ്ഞ് തീരുന്നുണ്ട്. ലെറ്റ്സ് ഗോ. ആ പോട്ടെ 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 പോട്ടെ. ഒളിയോ ഇത് ഇവിടെ നിന്ന് എങ്ങാനും മറിഞ്ഞു പോയാ അച്ഛനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വാരി എടുക്കേണ്ടി വരും നമ്മളെ. ഓ ഏതാ സ്ഥലം അളിയ? അങ്ങോട്ടെങ്ങാനും ആ വണ്ടി ചെറുതായിട്ട് അങ്ങോട്ട് വലിച്ചോണ്ട് പോണ കേട്ടോ. ആ പോട്ട് 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 പോട്ട്. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. പെട്ടെന്ന് എത്തണം. പിന്നെ അല്ല എനിക്കിതിൻ്റെ സസ്പെൻഷൻ അങ്ങ് ഇഷ്ടമായി കേട്ടാ. ഒരു രക്ഷയില്ലാത്ത സാധനം കൈസ്. എവിടെ വേണേ നമ്മൾ സ്റ്റോക്കിലാണ് ഇപ്പോൾ ഓടിക്കണേ, അല്ല സസ്പെൻഷൻ നമുക്കിത് വേണമെങ്കിൽ റേസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് വണ്ടിയുടെ ശരിക്കുള്ള ഹൈറ്റ്. നമുക്ക് മറ്റൊരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല, ഇനി അങ്ങോട്ട് ആവശ്യം വന്നാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇതുവരെ നമുക്ക് മറ്റേ റേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഒന്ന് നോക്കാം, ചിലപ്പോൾ ഇവിടെയൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഇല്ലടേ ഇവിടെ ഈ പാറയൊന്നും ഇതിന് വലിയ വിഷയമല്ല.
ഓഫ് റോഡ് ടയറൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ പാറയൊക്കെ സിമ്പിളായിട്ട് കയറ്റായിരുന്നു. ഓ ചെറുതായിട്ട് സ്ട്രഗ്ലിങ് ആണടേ. വണ്ടി ചിലപ്പോൾ മറിയും കേട്ടോ ഇനി എടുത്തു കഴിഞ്ഞാൽ. കുറച്ച് ബാക്ക് ഇറക്കിയിട്ട് കയറ്റാം. മഡ് ടയറിന് ചെറുതായിട്ട് ഗ്രിപ്പ് കുറവാണ് ഗൈസ് ഈ പാറയിലൊക്കെ. പക്ക ഓഫ് റോഡ് ടയർ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇപ്പോൾ വലിഞ്ഞ് കയറി വരുന്നു. വിഞ്ച് യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. ചിലപ്പോൾ നമ്മൾ വിഞ്ചിൻ്റെ ആവശ്യം വരത്തില്ലടേ. നമുക്ക് ആ സൈഡ് പിടിച്ച് കയറിയാലോ. എങ്ങാനും കയറും. ജിപ്സി കണക്ക് ഇരിക്കുന്ന വണ്ടി. എനിക്ക് അതാണ് ഈ വണ്ടിയുടെ ലുക്കിൽ ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടെ. ആ കയറി വാ ഈ വഴി നമുക്ക് കയറ്റാട്ടോ. പിടിക്കുന്നില്ലടേ. ആ റൈറ്റ് സൈഡ് ടയർ പിടിക്കുന്നില്ല. ആ കയറി അത്രേ ഉള്ളൂ. പിന്നെ അല്ല കയറി കേട്ടാ. ലെറ്റ്സ് ഗോ. ഓക്കെ ഇവിടെ നിന്ന് ലെഫ്റ്റ് ഉണ്ട് റൈറ്റ് ഉണ്ട്. നമുക്ക് എങ്ങോട്ടാ പോവേണ്ടതെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം കേട്ടോ. സ്ട്രൈറ്റ് അല്ലേ? സ്ട്രൈറ്റ്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അത് വേറെ റൂട്ടാട്ടോ. ഓക്കെ, നമ്മൾ ഏകദേശം എത്താറായി കേട്ടാ. അളിയ അങ്ങോട്ടൊന്നും കേറല്ലേ. അതൊന്നും നമുക്ക് പറ്റിയ സ്ഥലമല്ല മണിയാ. അതൊക്കെ വേറെ ആർക്കും പോകേണ്ട സ്ഥലങ്ങളാണ്. ഓക്കെ ഫുള്ള് നിഴല് പിടിച്ച് കിടക്കും കേട്ടോ ഈ സ്ഥലം. എടേ ഇവിടെ റോഡ് എവിടെയടേ ഗൈസ്? റോഡ് കാണാനില്ല. ഇതിലേതാണ് റോഡെന്ന് കണ്ടുപിടിച്ച് നമ്മൾ തന്നെ ഓടിക്കണം. ഓ ഇതിങ്ങനെ എസ് മോഡൽ റോഡാണ് കേട്ടോ. ഇവിടെ ഒരു കിടിലൻ തേരിയുണ്ട്. അത് വളവിലാണ് ഇരിക്കണേ. കാണിച്ചു തരാം. കണ്ട ഈ ഏരിയക്ക് എങ്ങനെ കയറുന്നാ? ഇതിനപ്പുറമുള്ള കയറി പിന്നെയാണിത്. ആ കേറ് അത്രേ ഉള്ളൂ. കേറ്. പിന്നെ അല്ല നിസ്സാരം. ഐസ് ഫുള്ള് ലോഗിയറിട്ട് നമ്മള് ഈ ഗെയിം തുടങ്ങിയതിനു ശേഷം ഇത്രയും ഫുള്ള് ലോഗിയറിട്ട് കളിക്കണ ആദ്യമായിട്ടായിരിക്കും കേട്ടോ. ലോഗിയർ മാറ്റിയാലോ? വീണ്ടും വിടാൻ വയ്യടേ. എപ്പോഴും ഇട്ട് കളിക്കേണ്ടി വരും. ഇവിടെ വേറെ വഴിയൊന്നും ഇല്ലടേ. ഇതുവഴി പോയി നോക്കാം. അടി സക്കേ. അതാ നടക്കുന്നു. ഇതൊക്കെ റോഡായിരുന്നാ? ഒന്നും കണ്ടൂടാ. ഇങ്ങനെ പോകുന്നേ നല്ലത്. എല്ലാവരും POV ഇട്ട് കളിക്കാൻ പറയും. ഇതാണ് അവസ്ഥ. കണ്ടാ POV ഇട്ട് കളിക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇത് കളിക്കണം. നമുക്ക് മറ്റേ ഫോർസയൊക്കെ ആകുമ്പോൾ POV ഇട്ട് കളിക്കാൻ പറ്റും കൈസ്. പക്ഷെ ഇതിൽ പറ്റത്തില്ല. നമുക്ക് ഫ്രണ്ടിലുള്ള മരം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. റോഡ് അയ്യോ ഇതൊരു റിസ്ക് പിടിച്ച വളവാണ്. കുഴപ്പമില്ല, കയറിക്കോളൂ. കയറി അത്രേ ഉള്ളൂ. ഇവന് ചെറിയൊരു ഇടത്തോട്ടൊരു വലിവുണ്ട് കേട്ടാ. ശരിയാക്കി കൊടുക്കാം. ഒരു പ്രാവശ്യം മറിയുമ്പോൾ ശരിയാവും. കയറി. ഡീസൽ എഞ്ചിൻ ആയണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. ഭയങ്കര പവർ സാധനത്തിന്. ഇതുവരെ ഇവിടെ ഒന്നും കറങ്ങിയില്ല. കണ്ടാ എടുത്തോണ്ട് പോണണ്ടാ. എവിടെ വേണേ കൊണ്ടുപോയിക്കോളും. വണ്ടിക്ക് പിന്നെ നീളമുള്ളതുകൊണ്ടേ ഗൈസ് എനിക്ക് ചെറുതായിട്ട് മറിയൊന്ന് പേടിയുണ്ട്. ചില സ്ഥലത്തെത്തുമ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ വണ്ടി ഓവറോൾ പൊളിയാണ്. നമുക്ക് അത്യാവശ്യം എവിടെ വേണമെങ്കിൽ എടുത്തിട്ട് പോകാം. മഡിലാണെങ്കിൽ മഡി കൊണ്ടുപോകാം. വെള്ളത്തിൽ വേണമെങ്കിൽ വെള്ളത്തിലിറക്കാം. ഇതുവരെ നമ്മൾ വന്നതിൽ അത്ര ആഴമുള്ള വെള്ളമൊന്നും കണ്ടില്ല. നമ്മൾ പക്ഷേ മറ്റേ എയറിൻ്റെ ഒക്കെ എടുത്ത് മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട്. അഥവാ വെള്ളം എങ്ങാനും കയറിയാലും കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ലെവൽ വരെ വെള്ളം കയറിയാലും കുഴപ്പമില്ല കേട്ടോ. ബോണറ്റ് കഴിഞ്ഞ് വെള്ളം കയറിയാലും സീനില്ല. എടാ ഞാൻ കറങ്ങി നേരത്തെ അതേ സ്ഥലത്ത് തന്നെ എത്തിയെന്നൊരു ഡൗട്ട്. ഇല്ല കേട്ടോ, ഇത് വേറൊരു വളവാണ്. അതുപോലത്തെ സെയിം വളവ്. നേരത്തെ നമ്മൾ കയറിയ പോലത്തെ അതേ വളവ്. കുറെ ആയല്ലോടാ വണ്ടി ഓടിക്കുന്നത്. നമ്മൾ എത്തിയില്ല ആ സ്ഥലത്ത് ഇതുവരെ. ഏതാണ്ട് വൈകുന്നേരം ആവാറായി കേട്ടാ. നമ്മൾ കുറെ നേരം ഓടിച്ചു തുടങ്ങിയിട്ട്. കയറി. സൂര്യപ്രകാശം മുഖത്തേക്ക് അടിക്കുന്നു. ലെറ്റ്സ് ഗോ. ഏതാണ്ട് എത്താറായെന്ന് തോന്നുന്നു. ഇനി ലോ ഗിയർ ഒന്നും വേണ്ട. ഇനി നമുക്ക് പറത്തി വിടാം. ഓക്കെ, ലോ ഗിയർ ഒക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ വണ്ടിയുടെ ഫുൾ പവർ വിത്താണ് നമ്മൾ ഓടിക്കുന്നത്. ഫുള്ള് നമ്മൾ ബാക്ക് വീലിന്റെ പവറിലാണ് നമ്മൾ വണ്ടി ഓടുന്നത്. സോ പെട്ടെന്ന് എത്തുമെന്ന് തോന്നുന്നു.
ലെറ്റ്സ് ഗോ. പോട്ട് 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 പോട്ട്. അളിയ അങ്ങോട്ട് ചരിയാൻ പോകുന്ന പറയാം, എനിക്ക് അതാണ് പേടിയാവുന്നത്. ആ പോട്ടെ പോട്ടെ, അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. ഏതാണ്ട് എത്താറായെന്ന് തോന്നുന്നു കേട്ടോ. ഓ ഗൈസ്, സ്റ്റിയറിംഗ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടൊക്കെയാ പോകുന്നു. ഗൈസ് ഓക്കെ, നമ്മൾ ഈ വണ്ടിക്ക് ഒരു ചലഞ്ച് കൊടുക്കുവാണ്. നമ്മൾ ലോ ഗിയർ ഒന്നും ഇല്ലാണ്ട് തന്നെ ഈ തേരി കയറോ നോക്കട്ടെ. ഒരു കൂറ്റൻ തേരിയാണ്, അത്യാവശ്യം നല്ല സൈസുള്ള തേരി കേട്ടാ. കണ്ടാ, ഇത്രയും വലിയ തേരിയാണ്. ഈ വണ്ടി കയറുകയോ ഇല്ലേ നോക്കാം. ഓക്കെ, ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ലടേ, ഇതല്ലാതെ തന്നെ കയറുന്നുണ്ട് കേട്ടാ. പവർ സാധനം. ചെറുതായിട്ട് സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കേണ്ടി വരും, അത് വിഷയമല്ല. കുറച്ച് ലോഡ് കൂടെ കൊടുക്കായിരുന്നു കേട്ടോ ബാക്കിൽ. ഇത് ലോഡൊന്നുമില്ല ഗൈസ്. നമ്മൾ മലയുടെ മണ്ടയ്ക്ക് എത്തിയെന്നാണ് തോന്നണേ. ഓ, നമ്മൾ ആ മിലിറ്ററി ബേസിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് സ്ട്രഗിൾ ചെയ്താലും നമ്മൾ എത്തിയടേ. വലിയ സ്ട്രഗിളിങ് ഇല്ലായിരുന്നല്ലേ, നമ്മൾ അല്ലെങ്കിൽ ഓടിക്കുന്ന സ്ഥലം വെച്ച് നോക്കുമ്പോൾ അത്ര റിസ്ക് ഉള്ള സ്ഥലം അല്ലായിരുന്നു. അതായത് ഈ വണ്ടിയുടെ പവറിന്റെ ഇതാണോന്ന് അറിയത്തില്ല. നമ്മൾ അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യണതിൻ്റെ അത്ര സ്ട്രഗിൾ ചെയ്യാതെ നമ്മൾ സുഖമായിട്ട് തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഐസ്, നമ്മൾ കുറച്ച് സപ്ലൈസും കാര്യങ്ങളും കൊണ്ട് ഇവിടെ താമസിക്കുന്ന മിലിറ്ററിക്കാർക്ക് കൊണ്ടുവന്ന കേട്ടോ ഈ വണ്ടിയിൽ. ഇനി അവർ തന്നെ ഇത് തിരിച്ചു കൊണ്ടുപോകുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് തൽക്കാലം നമ്മുടെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഇട്ടുവെച്ച് പോവാം. ഞാൻ ഈ വണ്ടിയുടെ ഒന്ന് വെള്ളത്തിൽ ഇറക്കി കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. കാരണം ഇത് അത്യാവശ്യം നമുക്ക് വെള്ളത്തിൽ ഇറക്കാൻ പറ്റും. ഒരു ലെവൽ വരെ നമുക്ക് വണ്ടി വെള്ളത്തിൽ ഇറക്കാം, ഒരു സീനും ഉണ്ടാവത്തില്ല. കണ്ടോ കണ്ടോ, ഇപ്പം തന്നെ ഏതാണ്ട് നമ്മളെ ബോണറ്റ് ലെവൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ ലെവൽ വരെ സേഫാണ്, ഇനിയും സേഫാണ് കേട്ടോ ഗൈസ്. ആ നോസിൽ വെള്ളത്തിൻ്റെ അടിയിലാവുന്ന വരെ നമ്മൾ സേഫാണ്. പക്ഷെ ഇത് കഴിഞ്ഞുണ്ടെന്ന് തോന്നണ്ടേ. വേണ്ട, ഇത്രയും സേഫാണ് നമ്മൾ. അല്ലെങ്കിൽ വേണ്ട, കുറച്ചുകൂടെ ഇറക്കി നോക്കാം. നിങ്ങൾക്കൊരു ഡൗട്ട് വരാൻ പാടില്ല, നമുക്കിവിടെ മൊത്തം അങ്ങ് ഓടിച്ച് കളിച്ചാലാ? മൊത്തം ഓടിച്ച് കളിക്കാം. ഓക്കെ, എന്തായാലും ഇതുവരെ എത്തിയില്ല ഗൈസ്. അങ്ങോട്ട് വേണ്ട കേട്ടാ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കളിക്കാരിയാവും. പോണോ പോണോ? ആ വേണ്ട 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 ഗൈസ്, ആ ലെവൽ വരെ വെള്ളം ഓക്കെയാണ് കേട്ടോ, അതിനപ്പുറം പ്രശ്നമാവും. ഓക്കെ, ഓളിയ വിഷയ സാധനം കയറി വരുന്ന നോക്കിയേ, വെള്ളമൊക്കെ അടിച്ച് കളഞ്ഞോണ്ട് ഒരേ പൊടി. ഓക്കെ ഗൈസ്, അങ്ങനെ വണ്ടി ഒന്ന് സർവീസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ദൂരം ചെളിയൊക്കെ അടിച്ച് വന്നതല്ലേ, നമ്മൾ ചെറുതായിട്ടൊന്ന് സർവീസ് ചെയ്തിട്ടുണ്ട് വണ്ടി. നമുക്കപ്പോൾ അവർ പറഞ്ഞ സ്ഥലത്ത് തന്നെ വണ്ടി നമുക്ക് പാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, അങ്ങനെ ആ മിഷനും നമ്മൾ വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എടാ, ഞാൻ വണ്ടി ഒന്ന് വെള്ളത്തിൽ കഴിവായിരുന്നല്ലോ, ഇത് മൊത്തം ചെളിയാണല്ലോ പണ്ടാരം. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ച് ഒന്ന് ലെവൽ ചെയ്തിടാം, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും. കുറച്ച് വേക്കാം. ഓക്കെ, സെറ്റ് ഗൈസ്. വണ്ടി ഓഫ് ചെയ്താലാ നമുക്കപ്പോൾ ഐശ്വര്യമായിട്ട്. ഓക്കെ, വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവർ പറഞ്ഞ സ്ഥലത്ത് കൃത്യമായിട്ട് നമ്മൾ വണ്ടി കൊണ്ടൊതുക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ അവരെ ഓട്ടം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വണ്ടി ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മൾ പോകുന്നു ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് വിടുക ഗൈസ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗൈസ്. അപ്പോൾ പോയിട്ട് വേറൊരു ദിവസം വരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.